ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ സവാളയും തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 4 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തപ്പോൾ 2 കപ്പ് അളവിലാണ് കിട്ടിയത്. അതുപോലെ അരിഞ്ഞെടുത്ത തക്കാളി 1 കപ്പ് അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു മൺചട്ടി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാള അങ്ങ് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. തീ ഒരുപാട് കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പകുതി വഴന്ന് കിട്ടിയാൽ മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നു, ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നീ സ്റ്റൗ ഓഫ് ചെയ്യണം, അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കൂടിപ്പോയാൽ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് 2 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. തക്കാളിയൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിതൊന്ന് ഇളക്കി ഉടച്ചെടുക്കുകയാണ്. ഒരുപാടങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനും കൂടി ചേർക്കുമ്പോൾ ഇത് ഒന്നും കൂടി വെന്ത് കിട്ടുന്നതാണ്. ഈ സമയമാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെമ്മീനിൽ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തും കൂടി ചേർക്കുമ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അവസാനം കുറച്ച് വേണമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നല്ല രുചികരമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.